ആപ്പിളും ഫിസിക്സും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ലെന്നായിരിക്കും നിങ്ങൾ പറയാൻ പോകുന്നത്. എന്നാൽ ഫിസിക്സിലെ ഒരു പ്രധാനപ്പെട്ട തത്വം ഗുരുത്വാകർഷണ നിയമം, ലോ ഓഫ് ഗ്രാവിറ്റി, ഇത് പഠിക്കുമ്പോൾ നമ്മൾ ശാസ്ത്രജ്ഞനായ ഐസക് ന്യൂട്ടന്റെ തലയിൽ ഒരു ആപ്പിൾ വന്ന് വീണപ്പോൾ അദ്ദേഹം ഇങ്ങനെയൊരു തത്വത്തെ കുറിച്ച് ആലോചിക്കാനായിട്ട് ഒരു പ്രേരണ നൽകിയെന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ധനശാസ്ത്രത്തിലും ആപ്പിളിനെ ഉദാഹരണം വെച്ച് അല്ലെങ്കിൽ ഒരു കഥാപാത്രമാക്കി ഒരു പ്രധാനപ്പെട്ട ഒരു തത്വം, ഒരു തിയറി ഉണ്ട്. ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് എന്ന് പറയും. പക്ഷെ അവിടെ ആപ്പിളിനൊപ്പം ഓറഞ്ചും കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് ആ ഒരു തിയറി വിശദീകരിക്കുന്നതിന്. ഈ ആപ്പിളും ഓറഞ്ചും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഉപഭോക്താവിനെ പറ്റി ചിന്തിക്കുക. ഇവിടെ ഏത് കോമ്പിനേഷൻ, അതായത് ഒരു 10 ആപ്പിള് കഴിക്കാം, അല്ലെങ്കിൽ 20 ഓറഞ്ച് കഴിക്കാം, അല്ലെങ്കിൽ ഇതിന്റെ പല കോമ്പിനേഷൻ, ഇത് ഏത് കോമ്പിനേഷൻ ആണെങ്കിലും ഈ ഉപഭോക്താവിന് ഒരേ സംതൃപ്തി, അതിൽ നിന്ന് കിട്ടുന്ന മൊത്തം സംതൃപ്തി, ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ ഒരുപോലെ ഇരിക്കും എന്നാണ് ഈ ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ സിദ്ധാന്തം കണ്ടെത്തിയത് RGD അലൻ, ജോൺ ഹിഗ്സ് എന്നീ ധനശാസ്ത്രജ്ഞരാണ്. 1934 അവർ നേരത്തെ കണ്ടെത്തിയ കൺസ്യൂമർ തിയറിയെ പരിഷ്കരിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു തത്വം പുറത്തിറക്കിയത്. അപ്പോൾ ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ കൂടുതൽ ആപ്പിൾ കഴിക്കാനായിട്ട് അല്ലെങ്കിൽ വാങ്ങാനായിട്ട് നമ്മൾ കൂടുതൽ വാങ്ങുമ്പോൾ ഈ ഉപേക്ഷിക്കപ്പെടുന്ന ഓറഞ്ചിന്റെ എണ്ണം, വേണ്ടാന്ന് വെക്കുന്ന ഓറഞ്ചിന്റെ എണ്ണത്തിൽ കുറവ് വരും. അതായത് ഡിമിനിഷിങ് റേറ്റ്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ അതിന്റെ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, അതായത് ഒരു ആപ്പിൾ അധികമായിട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ എത്ര ഓറഞ്ച് വേണ്ടാന്ന് വെക്കുന്നു, ത്യജിക്കുന്നു എന്നുള്ളതിന്റെ അളവ് ഈ ആപ്പിളിന്റെ എണ്ണം കൂടുന്ന അനുസരിച്ച് ഇതിൽ കുറവ് വരും എന്നുള്ളതാണ്. ഡിമിനിഷിങ് റേറ്റ്. ഇത് ത്യജിക്കുന്ന ഓറഞ്ചിന്റെ എണ്ണത്തിൽ കുറവ് വരും എന്നുള്ളതാണ്. അപ്പോൾ ഇത് കാരണം നമ്മൾ ഇതിന്റെ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ അത് കോൺവെക്സ് ടു ദി ഒറിജിൻ ആയിരിക്കും. കോൺവെക്സ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു C ഷേപ്പ് ആയിരിക്കും. പിന്നെ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. അതായത് നമ്മൾ ഒരു ഉൽപ്പന്നം, ആപ്പിൾ എണ്ണം കുറയ്ക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഓറഞ്ച് ഉപയോഗിക്കാൻ കഴിയുന്നു. അതാണ് അതിന്റെ ഒരു, അല്ലെങ്കിൽ തിരിച്ചു. അപ്പോൾ അത് കാരണം ഇതിന്റെ ഒരു സ്ലോപ്പ് എപ്പോഴും ഡൗൺവേർഡ് ആയിരിക്കും. പിന്നെ ഇതിനകത്ത് നമ്മൾ അസ്യൂം ചെയ്യുന്നത് യുക്തിപരമായിട്ട് ഒരു ഉപഭോക്താവ് ചിന്തിക്കുമെന്നും റാഷണലായിട്ട് ചിന്തിക്കുമെന്നും, അതുകൂടാതെ ഈ യൂട്ടിലിറ്റി, ഓരോ ഉൽപ്പന്നത്തിൽ നിന്നും കിട്ടുന്ന നമ്മുടെ സംതൃപ്തി, അത് നമുക്ക് അളക്കാൻ കഴിയില്ല. പക്ഷെ നമുക്ക് അതിനെ റാങ്ക് ചെയ്യാം. ഇപ്പോൾ ആപ്പിൾ ആണോ ഓറഞ്ച് ആണോ നമുക്ക് കൂടുതൽ സംതൃപ്തി നൽകുന്നത് എന്നുള്ള ഒരു അത് മാത്രമാണ്, ഒരു താരതമ്യം മാത്രമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇതിൽ ഏത് കോമ്പിനേഷൻ, ഇത് രണ്ടും ഇഷ്ടപ്പെടുന്ന ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം ഏത് കോമ്പിനേഷൻ ആണെങ്കിലും
ആപ്പിളിന്റെ ഓറഞ്ചിന്റെ ഏത് കോമ്പിനേഷൻ ആണെങ്കിലും ഒരേ സംതൃപ്തി നൽകുന്നു. നമ്മൾ നിത്യജീവിതത്തിൽ ഇതുപോലെ കോംപ്ലിമെന്ററി ആയിട്ടുള്ളതും കോമ്പറ്റിറ്റീവ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ മേടിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ അറിയാതെയെങ്കിലും നമ്മൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് നമ്മുടെ കയ്യിലുള്ള പൈസ ഏറ്റവും നന്നായിട്ട് വിനിയോഗിച്ചുകൊണ്ട് ഏറ്റവും അധികം സംതൃപ്തി ആ പണത്തിൽ നിന്നുകൊണ്ടുള്ള ഏറ്റവും അധികം സംതൃപ്തി ലഭിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത്. ഒരു ഷർട്ടും പാൻറ്റും വാങ്ങാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ മറ്റെന്ത് രണ്ട് തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ മേടിക്കാൻ പോകുമ്പോഴും നമ്മൾ ഈ ഒരു മാനദണ്ഡത്തിലാണ് നമ്മൾ ഉൽപ്പന്നങ്ങൾ മേടിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്. ലളിത ധനശാസ്ത്ര പാഠത്തിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ഇനിയും മറ്റൊരു വിഷയവുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.